Thank you, Dr. Dhanesh. Thank you, Dr. UK Verma, sir, for a very nice presentation and very nice information for us. Thank you. Yes, ma'am. Thank you. Thank you, doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1790-ാം ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ മഷൂദ് ആണ്. ഇങ്ങനെ ഒരു പരമ്പരയായി തന്നെ ഡോക്ടറുടെ പുസ്തക പരിചയം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതുപോലെ തന്നെ കൃഷിയും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിലുള്ള പുസ്തക പരിചയവുമായിട്ടാണ് ഡോക്ടർ ഇന്ന് എത്തുന്നത്. ഡോക്ടറുടെ ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ കയറിയിട്ടില്ലേ? ധനേഷ് ഡോക്ടർ എത്തിയിട്ടില്ല, ഞാനൊന്ന് വിളിക്കട്ടെ. ഓക്കെ. എത്തിയിട്ടുണ്ടല്ലോ, ഡോക്ടർ ഉണ്ടല്ലോ. ഇപ്പൊ കയറിയത്, വീഡിയോ ഓൺ ആക്കിയത്. എന്തായാലും ഡോക്ടർ പുസ്തക പരിചയം ഒരു പരമ്പര പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ ബാക്കി ഭാഗം നമ്മളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഡോക്ടർ മഷൂദ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപുരസ്സരം, അദ്ദേഹം ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്തു. അക്യൂപഞ്ചർ ചികിത്സയിലും അദ്ദേഹം ക്വാളിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഡോക്ടർ മഷൂദിനെ ആദരപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് കൊടുക്കും. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കാം. അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. ആക്കിയായിരുന്നു. ഔട്ടായി പോയോ? കാണും. ഹലോ. ഹലോ, എനിക്ക് കാണാം നിങ്ങളെ, പക്ഷെ കേൾക്കാൻ പറ്റില്ല. ഹലോ, കേൾക്കാമോ? കേൾക്കാം സാറേ. ഇപ്പൊ കാണാം. വിഷ്ണു ആണ് ഷെയർ ചെയ്യുന്നത്. ഹലോ. സംസാരിച്ചോളൂ. IFPHന്റെ ഈ ഫോറത്തിൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഫോറത്തില് ഞാൻ എൻ്റെ പുസ്തകത്തിന്റെ പരിചയവുമായിട്ട് 5ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ 4 റേഞ്ച് പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്. മഴയായതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളുണ്ടാകും. നമ്മളെ വിഷ്ണു ആണ് ഷെയർ ചെയ്യുന്നത്. വിഷ്ണു ഉണ്ട് ഇപ്പോഴും ആക്കിയിട്ടുണ്ട്. വിഷ്ണു ഉണ്ട്. സ്ക്രീൻ ഷെയറും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ ഇടയ്ക്ക് പോകുന്നോണ്ടാണ്. നെറ്റ് വീക്കാണ്. ഇപ്പൊ വീണ്ടും കേൾക്കാം, വീണ്ടും പോകും തോന്നുന്നു. ഇടയ്ക്ക് മിന്നി വരുന്നുണ്ട്. സാരമില്ല, നമുക്ക് വീഡിയോ വേണ്ട, ഓഡിയോ മാത്രമായാലും മതി. വീഡിയോ കാണാം, കേൾക്കുന്നുണ്ട്. കേൾക്കാം. പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. വീഡിയോ ഓണാക്കണമെന്നില്ല, നെറ്റ്വർക്ക് വീക്ക് ആയതുകൊണ്ട്. ഇതിനകത്ത് നമ്മുടെ പുസ്തകത്തിന്റെ ആദ്യത്തെ കുറച്ച് സ്ലൈഡ്സ് ഒന്ന് മൂവ് ചെയ്യുമെങ്കിൽ അതൊന്ന് പറയായിരുന്നു. ആ പുസ്തകത്തിന്റെ വിശേഷണം
ഇതിനെ നമുക്ക് ആ സ്ലൈഡ്സ് ഒന്ന് കാണിക്കുമോ? സ്ലൈഡ്സ് ഇല്ലാതെ പറയേണ്ടി വരും അല്ലെങ്കിൽ. അപ്പൊ ഇല്ല, അത് പറയാൻ slide പറ്റുന്ന കാണിച്ചോ? കാര്യവുമല്ല. പുസ്തകത്തിന്റെ പരിചയത്തിലെ ആ സ്ലൈഡ്സ് കാണാം. സ്ലൈഡ്സ് ഒന്ന് ഷെയർ ചെയ്യാമോ? സ്ലൈഡ്സ് ഷെയർ ചെയ്ത് തുടങ്ങി ഡോക്ടറെ, കാണാം. സ്ലൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്, കാണാൻ കാണാം. പറ്റുന്നില്ല. പക്ഷെ എന്റെ ഞങ്ങൾക്ക് കാണാം. ഹലോ, ഞാൻ നോക്കട്ടെ. വിഷ്ണുവും സ്റ്റാർട്ട് ചെയ്തൊന്ന് കാണിക്കുന്നേ ഉള്ളൂ, ഇവിടെ വന്നില്ല. അപ്പൊ എനിക്ക് അത് പിക്ചർ ഒന്ന് കണ്ടിട്ട് ഞാൻ പറയാം. ആദ്യത്തത് എനിക്ക് ഈ കുപ്പമേനി എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ് ആണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. അത് സ്ലൈഡ്സ് എനിക്ക് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങൾ അവിടെ ഷെയർ ചെയ്താൽ മതി. കുപ്പമേനി പറയുന്ന ഒരു സ്ലൈഡാണ്. 89 പേജാണ് അവിടെ കാണുന്നത്. കാണാം. ഡോക്ടർ വിൻഡോട്ടായി പോയി. വീണ്ടും അൺമ്യൂട്ട് ആയി പോകുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അൺമ്യൂട്ട് ആവുകയാണ്. ഹലോ, ഇപ്പൊ കേക്കാം. ഇപ്പൊ കേൾക്കാം. 86ാമത്തെ പേജ് അക്കാലിഫ ഇൻഡിക്ക അല്ലെങ്കിൽ ഇന്ത്യൻ അക്കാലിഫ, അത് എടുക്കണം. അതാണ് ഷെയർ ചെയ്യുന്നത്. 86 അക്കാലിഫ ഇൻഡിക്ക. കുപ്പമേനി കഴിഞ്ഞോ? അതെ അതെ, കഴിഞ്ഞു. ഇനി അക്കലൈഫ ഇന്ത്യക്ക. ഇല്ല, കഴിഞ്ഞില്ല. അത് തന്നെയാണ് ഓൾ പ്ലാന്റ് ആണ്. അപ്പൊ ഞാൻ വിഷ്ണു അക്കലൈഫ ഇന്ത്യക്ക. ഇത് തന്നെ. അല്ല, ഇത് കുപ്പമേനി അല്ലേ കിടക്കുന്ന വീണ്ടും? മോളിലുണ്ട്, മോളിൽ അക്കാലിഫുണ്ട്. കുപ്പമേനിയുടെ വേറൊരു പേരാണ് അക്കലൈഫ ഇന്ത്യക്ക, ഇന്ത്യൻ അക്കലൈഫ. ഓക്കെ, ക്രിസ്റ്റൽസ് അതിൽ വ്യക്തമായിട്ട് കാണാം. എനിക്ക് എന്റെ പിക്ചർ വരാത്തതിന് കാര്യം വിഷ്ണു ആ ഷെയറിങ്ങിന്റെ ക്ലിയർ ആവുന്നില്ല. എന്റെ ഇതിലേക്ക് വരുന്നില്ലല്ലോ, എനിക്കത് കിട്ടിയില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്താ എന്റെ പ്രോബ്ലം ആണോ? അറിയാമല്ലോ, എന്റെ ഞങ്ങൾക്ക് കാണാം ഡോക്ടറെ. ഡോക്ടർ വീഡിയോ ഓൺ ചെയ്ത് മൊബൈലിൽ നോക്കിയാൽ ആ മൊബൈലിൽ വരുന്നുണ്ടോ നോക്ക്, കിട്ടുന്നുണ്ടോ? ഡോക്ടർ വീഡിയോ ഓൺ ഓൺ ചെയ്തിട്ടൊക്കെയാണ്. ഞാൻ വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണ്. അതാണ് വീഡിയോ വരുന്നില്ല. ഡോക്ടർക്ക് എല്ലാരെയും കാണാമോ? ഞങ്ങളെയൊക്കെ കാണാമോ? കേട്ടൂടാ. ശൈല ഡോക്ടറെ കാണാമോ? ഡോക്ടറെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ശൈല ഡോക്ടറെ കാണാം, മഷൂർ ഡോക്ടർക്ക് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അതല്ല, ഡോക്ടർക്ക് ഉള്ള വീഡിയോയും ഓഡിയോയും എല്ലാം കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വിടുന്നുണ്ട്. അപ്പൊ അവിടെ നെറ്റ് വീക്കാണ്, അതാണ് സംഭവം. അതാണ് സംഭവം, അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. മഴയും കൂടെ ആയതുകൊണ്ടായിരിക്കും, മഴ കാണുമായിരിക്കും. മഴ എല്ലായിടവും മഴയല്ലേ ഇപ്പൊ, നെറ്റ് ഒട്ടുമില്ല. ഇപ്പൊ കാണുന്നില്ല, ഡോക്ടറെ ഔട്ടായ ലക്ഷണമോ? ഇപ്പൊ വിഷ്ണുവിന്റെ സ്ക്രീൻ ഷെയറും കാണുന്നില്ലല്ലോ. സ്ക്രീൻ ഷെയറിങ് അതിപ്പോ വന്നു. ഡോക്ടർ എത്തിയിട്ടുണ്ട്, പക്ഷെ നെറ്റ് ഇല്ല, ഓഡിയോയും ഇല്ല, വീഡിയോയും ഇല്ല. എന്റെ മൊബൈലിൽ ചെയ്യുന്നുണ്ട്, എടുത്താൽ മതി. ആരും ഇല്ലേ? ഒന്നും കേൾക്കുന്നില്ല. ഡോക്ടർ എനിക്ക് തോന്നുന്നു വേറൊരു മൊബൈലിൽ നിന്ന് കയറാൻ ട്രൈ ചെയ്യാണ്.
അതായിരിക്കും സൈലന്റ് ആയിരിക്കുന്നു, ഒരു അനക്കവും ഇല്ല, അതാണ് ചോദിക്കാൻ കാര്യം. അതാണ് ഡോക്ടർ ഔട്ടായി. ഇനി ഇപ്പൊ എന്താ ചെയ്യാ? ഡോക്ടർ കയറുമായിരിക്കും. അതുവരെ എന്തെങ്കിലും ടിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് അനിൽകുമാർ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഈ ബുക്ക് എന്തായാലും കാണാമോ? അതാണ്ട് കാണാമല്ലോ. കാണാം. ഇതാണ് മഷൂദ് ഡോക്ടറുടെ ബുക്ക്. ഇപ്പൊ പറയുന്നതാണോ? ഇപ്പൊ പറയുന്ന ഈ ബുക്കാണ് കമ്മീഷണർ ഷെയർ ചെയ്യുന്നത്. ഓ, എന്റെ അത് ശരി. മറുവശത്ത് താണ്ട അദ്ദേഹത്തിന്റെ പടമുണ്ട്. എനിക്ക് മുമ്പ് ഒരു ഇത് കോപ്പി പുള്ളി എനിക്ക് കൊണ്ട് തന്നിരുന്നു. അത് ശരി. കണ്ടില്ലേ ഇത് സംഭവം? പിന്നെ അതാണ് ഇപ്പൊ വിഷ്ണു ഷെയർ ചെയ്തത്. ഷെയർ ചെയ്ത സംഭവം. ഇതൊരു വലിയൊരു വർക്കാണ് കേട്ടോ, വലിയൊരു വർക്കാണ്. അദ്ദേഹത്തിന്റെ വർക്ക് ഒരു വലിയ വർക്കാണ്. കാരണം കുറെ നാളായിട്ട് പുള്ളി സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഒത്തിരി റെഡിയാക്കി എടുത്താണ്. ഇപ്പം ശാസ്ത്രീയമല്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ്. ഇതിപ്പോ ഡോക്ടറെ കണ്ടിട്ട് ഇപ്പോഴത്തെ ഡോക്ടറാണെന്ന് പറയില്ലല്ലോ, ചെറുപ്പത്തിലേ തുടങ്ങിയതായിരിക്കും അല്ലേ? അതെ, വളരെ യഹിയ ഡോക്ടർ പറഞ്ഞിരുന്നു. ഇദ്ദേഹം പണ്ടിങ്ങനെ ഇത് ഒരു പുള്ളി ആ വർക്കിലോട്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ പ്രാക്ടീസിലോട്ട് വന്നിരിക്കുന്നത്. നേരത്തെ പല ഭാഗത്തായിരുന്നു. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു NRHM ആയിരുന്നു തോന്നുന്നു. അതാണ് അങ്ങനെ പല ഭാഗത്ത് മാറി മാറി പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് ഇതിലോട്ടായതാണ്. അപ്പം ഇതിപ്പോ അദ്ദേഹം പറഞ്ഞ നമുക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടേ? അതാണ് അനിൽകുമാർ ഡോക്ടറെ ലേറ്റസ്റ്റ് എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ. ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് വേറെ ഒന്നുമില്ല. കോവിഡിൽ വീണ്ടും വരുന്നു ചാനൽ മൊത്തം എഴുതി കാണിക്കുന്നു. അപ്പൊ നമ്മളുടെ സ്റ്റാൻഡ് എന്തുവാണ്? ഹോമിയോ ഡോക്ടർമാരുടെ സ്റ്റാൻഡ്. ആരും ഒന്നും ഇപ്പൊ കോവിഡ് വരണമെന്ന് വെച്ചാൽ പഴയ ചൂടൊന്നുമില്ല. ഒരു 100 പേര് വന്നാലും ഒരാൾ മാസ്ക് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. പേഷ്യൻസ് ചോദിക്കുന്നുണ്ട് മരുന്ന് പ്രിവെന്റ് ചെയ്യും. അപ്പൊ നമുക്ക് പഴയതുപോലെ ആഴ്സനിക് ആൽബം കൊടുത്തു തുടങ്ങിക്കൂടെ? മഷൂദ് ഡോക്ടർ കേറിയിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്ലിനിക്കുകളിലും വേണമെങ്കിൽ നമുക്ക് പ്രിവെന്റീവ് അവൈലബിൾ എന്ന് ഇനി ധൈര്യമായിട്ട് ഇടാൻ പാടില്ല. പണ്ടത്തെ പോലെ പേടിയൊന്നും വേണ്ടല്ലോ. അല്ല, നമ്മൾ ഇനിയിപ്പൊ ഈ വരുന്ന പനി കേസുകൾ ടെസ്റ്റ് ചെയ്യാൻ വിടണോ വേണ്ടേ? വേണ്ട, ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ടെസ്റ്റിങ് ചുമ്മാ പോയാൽ ടെസ്റ്റ് ചെയ്താലും പോസിറ്റീവ് ആവും. അത് പണ്ടേ ഉള്ള ആണല്ലോ. ഞാൻ നോക്കിയിട്ട് പനി സുഖമായിട്ട് മരുന്ന് കൊടുത്താൽ 2 ദിവസം 3 ദിവസം കൊണ്ട് മാറും. ഇപ്പൊ ഈ അതൊക്കെ ചിലപ്പോ കോവിഡ് ആയിരിക്കാം. കോവിഡിന്റെ സമയത്ത് ഉണ്ടായിരുന്ന പോലെ മൂക്കടപ്പും മൂക്കടപ്പുണ്ട്, പക്ഷെ സ്മെല്ല് പോയെന്ന് ആരും പറഞ്ഞില്ല. വയറിളക്കം ഉണ്ട്. ഇപ്പൊ വയറിളക്കം ഉണ്ട്. എനിക്ക് കിട്ടിയ സിംറ്റംസ്, ജ്യോതിക്കും കിട്ടിയ സിംറ്റംസ് കഴിഞ്ഞാൽ തലയ്ക്ക് ഭാരം, ശരീരം വേദന, തൊണ്ടവേദന, അതിശക്തമായ ബോഡി പെയിൻ ഉണ്ട്. ഇപ്പിറ്റോറിയാണ് സിംറ്റം കിട്ടുന്നത്. ജെൽസീമിയം വരുന്നുണ്ട്. ഇപ്പിറ്റോറിയം 30 ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ മഴയും കൂടെ വെച്ചിട്ട് നമ്മൾ 1-2 ഡോസ് റെസ്റ്റോക്സ് ഉണ്ടെന്നും കൊടുക്കാറുണ്ട്. ശക്തമായ മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിലും യുപ്പറ്റോറിയം അതിന് ശക്തമായ മൂക്കടപ്പുണ്ടെങ്കിൽ അമോണിയം കാർബാണ് കൊടുക്കുന്നത്. കാരണം സ്മെല്ല് പോയെന്ന് ആരും പറയുന്നില്ല. അതുകൊണ്ട് പണ്ട് നമ്മള് മാക്മൂറ്, നാട്രം മൂറൊക്കെ കൊടുത്തിരുന്നു. ചിന്നിനമ്മൂറൊക്കെ നമ്മൾ തപ്പിപ്പോയി കൊടുത്തായിരുന്നു. ചിന്നിനമ്മൂറ് ഇതൊക്കെ നമ്മൾ തപ്പി കൊടുത്തിരുന്നു ആ കാര്യം. പക്ഷെ ഇപ്പം ജനത്തിന് വലിയ 2 മരണം കണ്ടു എന്നൊക്കെ പറയുന്നു. അതൊക്കെ മിക്കവാറും പറ്റാം. നമുക്ക് സിംറ്റം സിമിലർ ആണെങ്കിൽ കൊടുക്കാം. മഷൂദ് ഡോക്ടർ വീണ്ടും കേറിയിട്ടുണ്ട്. ഡോക്ടറെ കോഹോസ്റ്റ് ആണ്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യാം ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്തേ. മഷൂദ് ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? സംസാരം വരുന്നില്ല. അല്ല, അത് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. കോഹോസ്റ്റ് ആണ്. ഞാൻ ഇപ്പൊ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഡോക്ടർ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. വിഷ്ണു കോഹോസ്റ്റ് ആണ്. പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല. മഷൂദ് ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ ഹോസ്റ്റലിൽ ഡോക്ടർ അതിൽ കയറി കഴിഞ്ഞാൽ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഡോക്ടർ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡോക്ടർ അത് ചെയ്യണ്ടേ? ആസ്ക് ടു അൺമ്യൂട്ട് അതിനും കൊടുത്തു. അത് കൊടുത്തു. വീഡിയോ ഓൺ ആണല്ലോ. വീഡിയോ ഓൺ ആണ്. പക്ഷെ അമ്മ കാണുന്നില്ലല്ലോ. കാണുന്നില്ല. അദ്ദേഹം എവിടെ ഉണ്ട്? എന്തോ കുഴപ്പമുണ്ട്.
വീഡിയോ പ്രശ്നമാണ്. നെറ്റ് ലോ ആണ്. മഷൂർ ഡോക്ടർക്ക് നല്ല ദിവസമല്ല, നമുക്ക് നല്ല ദിവസമല്ല. അതായിക്കോട്ടെ ഡോക്ടർ, മഷൂർ ഡോക്ടർ വരട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഇതിലിരിക്കുന്ന എത്ര ഡോക്ടർമാർക്ക് ഇതേപോലെ സിംറ്റം ഉള്ള കേസുകൾ വന്നു? വന്നല്ലോ, ഇപ്പുറത്ത് വന്നു. അപ്പൊ കാണാം. ഡോക്ടർ സംസാരിച്ചോളൂ. മഷൂർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണം. രണ്ട് ഇപ്പൊ നീ ശരിയായില്ല, എല്ലാം സംസാരിച്ചോ. റെഡിയായി. ഞാന് ഡോക്ടറുടെ ബുക്ക് കാണിക്കായിരുന്നു കേട്ടോ. ഡോക്ടർ കാണുന്നുണ്ടോ? ഡോക്ടറുടെ ബുക്ക് ഞാൻ കാണിക്കായിരുന്നു. ഡോക്ടർ കേൾക്കത്തില്ല. കേൾക്കാമോ? കാണുന്നുണ്ട്. കാണാമല്ലോ. ബാക്ക് വശവും ഞാൻ കാണിക്കായിരുന്നു. ഇപ്പൊ ഓക്കെ, കേൾക്കാമോ ഇപ്പൊ? കേൾക്കാം. പറഞ്ഞോളൂ. ആ, ഡോക്ടറെ കേൾക്കാം, അപ്പൊ പറഞ്ഞോളൂ. നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് Screen share വിഷ്ണു സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. രണ്ടിന്റെയും കൂടി ഒരു പ്രോബ്ലം ആയതാണ്. ശരി ഡോക്ടറെ, അപ്പൊ കുപ്പമേനിയെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇതൊരു ആനുവൽ പ്ലാന്റ് ആണ്. നമ്മുടെ നാട്ടിലെ പൂച്ചമൈക്കി എന്ന് പറയും. അതായത് ഈ പ്ലാന്റിനെ കേൾക്കാമല്ലോ. കേക്കാം. കേക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും പോയി. ഇതൊരു തലവേദന പറ്റുന്നില്ല. നല്ലപോലെ കണ്ടു വന്നപ്പോഴത്തേക്ക് ഡോക്ടറെ കാണാനില്ല. വിട്ട് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. അവിടുത്തെ ഇപ്പൊ നമുക്കിന്ന് ഷെയർ ചെയ്യണ്ടെന്നാണ് വിചാരിക്കുന്നത്. അത് വരുന്നത് എനിക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ടോ? അപ്പൊ എന്റെ മൊബൈലിലായിരിക്കും പ്രോബ്ലം. ഡോക്ടറുടെ മൊബൈലിനും ഡോക്ടറുടെ വീട്ടിലെ അവിടുത്തെ നെറ്റിനുമാണ് പ്രശ്നം. അതെ. അപ്പൊ ഇനി എന്താ ചെയ്യാം? അനിൽകുമാർ ഡോക്ടർ പോയോ? എന്ത് ഡോക്ടറെ? അല്ല, വീണ്ടും മഷൂർ ഡോക്ടറെ നെറ്റ് വീക്കാണ് അതാ, കേട്ടോ. അവിടുത്തെ നെറ്റ് വീക്കാണ്, അതാണ് സംഭവം. ഡോക്ടർ പോവല്ലേ? പറയുന്നുണ്ട്. അനിൽകുമാർ ഡോക്ടർ വെയിറ്റ് ചെയ്യുക. ഡോക്ടറെ ഞാനുണ്ട്, സംസാരിക്കാൻ വിളിച്ചാൽ മതി. ഡോക്ടറുടെ അവിടെ നെറ്റ് വീക്കാണോ മഷൂർ ഡോക്ടറെ? നെറ്റ് വീക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിപ്പോ നെറ്റ് എല്ലാം നല്ല തെളിഞ്ഞിരിക്കുന്നു, പക്ഷെ ഇത് അൺമ്യൂട്ട് ആവുന്നില്ല. അൺമ്യൂട്ട് ചെയ്ത് വരുന്നില്ല. അല്ല, അൺമ്യൂട്ട് ആണല്ലോ. ഇപ്പൊ അൺമ്യൂട്ട് ആണ്. ഡോക്ടർ സംസാരിക്കുന്ന നമുക്ക് കേൾക്കാമല്ലോ. അൺമ്യൂട്ട് ആണ്, വീഡിയോ ഓൺ ആണ്. ഇനി എന്താ വേണ്ടേ? ഡോക്ടർ സംസാരിച്ചോളൂ, ഞങ്ങൾക്ക് കേൾക്കാം. നമുക്ക് കാണാം, കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിന് ആനുവൽ പ്ലാന്റ് ആണ്. അതായത് വർഷാവർഷം നശിച്ചു പോവുകയും വീണ്ടും അടുത്ത വർഷം വരികയും ചെയ്യുന്നുണ്ട്. 15 മുതൽ 45 സെന്റിമീറ്റർ വരെ ഇത് ഉയർന്ന് വളരെ വരുന്ന ഒരിതാണ്. നമ്മുടെ ഈ മുഴുവനിലെല്ലാം ധാരാളമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഈ പ്ലാന്റ്. ഇപ്പൊ നമ്മള് പൂച്ചയ്ക്ക് അടുത്ത് പൂച്ച മയങ്ങി പോകും എന്ന് പറയുന്നു. പക്ഷെ ഞാനത് ചെയ്തു നോക്കിയിട്ട് പൂച്ചയ്ക്ക് അങ്ങനെ ഒരു അപ്പൊ നമുക്ക് വീണ്ടും കോവിഡിലേക്ക് പോകാം. അനിൽകുമാർ ഡോക്ടറെ, കോവിഡ് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ. ക്ലാസ്സിനൊരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹൈഡ്രോസയനിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു ഇത് സ്ക്രീൻ ഷെയറിംഗ് വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ സ്ക്രീൻ ചെയ്ത് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇത് എനിക്കും കൂടി കിട്ടുന്ന രീതിയിലാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ആ സ്ക്രീൻ ഷെയറിംഗിൽ എന്തോ അപാകതയുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റാത്തത്. കേൾക്കാനും പറ്റുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം.
പേജ് വന്നു. ഓഫാവും. എന്നാലും ഞാൻ പറയാം. ഹൈഡ്രോസാനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഈ കുപ്പമേനിയിലുണ്ട്. സയാനുണ്ട്. അപ്പോൾ ഹൈഡ്രോസാനിക് ആസിഡ് പോയിസണസ് ആണ്. അത് ഈ കുപ്പമേനിയിലുള്ള ഒരു ഘടകമാണ്. ഫ്ലവർ ടോപ്പും ലീവ്സും സ്മാൾ ബ്രാഞ്ചസും ഇതിന് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഡ്രൈഡ്, അതായത് ഉണക്കിയ ലീഫ് പൊടിച്ച് ചെസ്റ്റ് കംപ്ലൈന്റിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ഈ കുപ്പമേനി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ നെക്സ്റ്റ് പേജ് ഒന്ന് കാണിക്കാമോ? നെക്സ്റ്റ് പേജ്. ഇതില് ഈ താഴെ ഒരു ക്രിസ്റ്റൽ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ വളരെ അത്ഭുതമാണ്. വളരെ ചെറുതാണ്. പക്ഷെ ഈ ക്രിസ്റ്റൽ അതിന്റെ മുകളിൽ അതുപോലെ ബി എന്ന് പറയുന്ന ഒരു ലെറ്റർ പോലെ ഒരു ക്രിസ്റ്റൽ കിടപ്പുണ്ട്. ഇത് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്നാണ്. അത് വളരെ പ്രത്യേകമായിട്ട് കാണുന്ന ഒരു നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നതിന് ഉപ്പ തൊട്ടി എന്ന് പറയുന്ന ഒന്നാണ്. ഇത് ടിന്നോ അതുപോലെ എന്തെങ്കിലും പദാർത്ഥങ്ങളുടെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഈ അക്കാലിഫ പിന്നീട് ഞാൻ ഒരു കുറെ പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടും എനിക്ക് ഈ ക്രിസ്റ്റൽ ഇതുപോലെ കാണാൻ കഴിഞ്ഞില്ല. മുകളിൽ കിടക്കുന്ന ആദ്യം കണ്ട ക്രിസ്റ്റൽ ഉണ്ടല്ലോ, അതിന് ഏറ്റവും മുകളിൽ കിടക്കുന്ന ആദ്യത്തത്, അത് നല്ല തിളക്കത്തിൽ കണ്ടു. അത് പിന്നെ രൂപാന്തരപ്പെട്ടു വന്നതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. ഈ താഴെ വലത് സൈഡില് കിടക്കുന്ന ക്രിസ്റ്റൽസും ചെറിയ ചെറിയ പോയിന്റഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ്, അതെല്ലാം പ്രധാനമായിട്ടും പെട്ട ക്രിസ്റ്റൽസ് ആണ്. നെക്സ്റ്റ്, അടുത്തത് കാണിക്കാമോ? സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ് ഈ കുരുമുളക്, പെപ്പർ. പെപ്പർ ഡയഗ്രം എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ആ എരിവുള്ള പോർഷൻ ആയ പോലെയാണ്. ഇതിപ്പോ ക്രിസ്റ്റൽ ആണെങ്കിലും ആ മുകളിലുള്ള ഒരു കാണുന്ന ക്രിസ്റ്റൽ അത് ഒരു ക്രിസ്റ്റലീയ പദാർത്ഥം, അതായത് ട്രാൻസ്പാരന്റ് അല്ലാത്ത, സുതാര്യമല്ലാത്ത ഒരു ക്രിസ്റ്റലാണ്. ഈ ക്രിസ്റ്റല് വെള്ളത്തില് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്നതാണ്. കുരുമുളകിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നാണ്യവിളകളിൽ പെട്ട ഒന്നാണ്. ഇതിന്റെ ഫ്രൂട്ട്സ് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പഴുത്ത ചുവന്ന നിറമായിരിക്കും. കറുത്ത് ചുളുങ്ങി വരും. ഒരു കളഞ്ഞതും ഗാർബിൾഡ് എന്ന് പറയും. കളയാതെയും നമ്മൾ കുരുമുളക് ഉപയോഗിക്കാറുണ്ട്. പെപ്പർ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിന്റെ വാണിജ്യ രംഗത്ത് വന്നതാണെന്ന് അറിയാം. ആയുർവേദത്തിൽ നിന്നല്ല, ഈ പാരമ്പര്യ ചികിത്സയിൽ ധാരാളമായിട്ട് ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതിന്റെ വേരും ഇതിന്റെ തണ്ടും. നമുക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുമ്പോഴും സാധാരണ ചുമയും പനിയൊക്കെ ഉള്ളപ്പോഴും കുരുമുളക് കഷായം ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ വേര് കഷായം പോലെ വെള്ളത്തിൽ ചൂടാക്കി തുണി ചൂടാക്കുന്നതിന് ദേഹം ഭേദ പിടിക്കുക എന്ന് പറയും. അതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കുരുമുളക്. കുരുമുളക് നല്ല ഈർപ്പമുള്ള മണ്ണില് നമ്മളിതിന്റെ ഇലകള് തണ്ട് പറിച്ചു നട്ടാണല്ലോ ചെയ്യുന്നത്. കേരളത്തിലുള്ള നമ്മൾ ആരും പറഞ്ഞൊന്നുമില്ല. എങ്കിലും ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത പേജ് ഒന്ന് കാണിക്കാമോ? ഹലോ, കേൾക്കാമോ? അടുത്ത പേജ് കാണിച്ചിട്ടുണ്ടല്ലോ ഡോക്ടർ, ഏതാണോ? കണ്ടുകൂടാ. അടുത്തത് കുരുമുളകിന്റെ എണ്ണ അടുത്ത പേജ് കാണിച്ചല്ലോ അല്ലേ? അത് തന്നെ. ആ ക്രിസ്റ്റൽസ് നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഷെയർ ചെയ്തപ്പോ എനിക്ക് ഈ പേജ് എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എന്റെ സൗണ്ടൊക്കെ കേൾക്കായിരുന്നു. അടുത്ത പേജ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ കുഴപ്പമില്ല. ഇപ്പം നമുക്ക് കാണാം, കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. ഇതില് ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ അടുത്ത പേജിൽ ഇതിന്റെ കൂടെ അടുത്തൊരു പേജ് ഉണ്ട്. കുറച്ചുകൂടി വലിയ ക്രിസ്റ്റൽസ് കാണാൻ കഴിയും. ഇതെല്ലാം തന്നെ നല്ല എരിവിന് പ്രാധാന്യം കൊടുക്കുന്നതും വെളുത്ത നിറത്തിലെ മാവ് പോലെ ഇങ്ങനെ വെള്ളത്തില് അലിഞ്ഞ് കലങ്ങി വരുന്നതുമായ ഒരു ക്രിസ്റ്റലാണ് ഈ മോളിൽ നിന്ന് നടുക്ക് കാണുന്നത്. അടുത്ത ക്രിസ്റ്റൽ കാണിക്കാമോ? അടുത്ത പേജ്. അടുത്ത പേജ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? കുറുന്തോട്ടിയാണ് അടുത്തത്. ഈ കുറുന്തോട്ടിയുടെ പേര് സിഡ റെക്ടൂസ എന്നാണ്. ആയുർവേദ മരുന്നുകളിലെ കുറുന്തോട്ടിയെ കുറിച്ച് വളരെ കൂടുതൽ വിശദീകരിച്ച് ഉള്ള വിവരണമൊക്കെ നമ്മുടെ ആയുർവേദ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് കാണാൻ കഴിയും. നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഉള്ള വഴിയോരങ്ങളിലും എല്ലാം ധാരാളമായിട്ട് കാണുന്നതാണെങ്കിലും
ഒരുപാട് പേർക്ക് ഇത് കുറുന്തോട്ടി ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. 2 തരമുണ്ട്. ഇത് തന്നെ ഒരു മീഡിയം സൈസാണ്. ഇതിനേക്കാൾ വലിയ സൈസ് കുറുന്തോട്ടിയും ഉണ്ട്. ഇല രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കും, സൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ 2 തരത്തിലും ഒരുമാതിരി മ്യൂസിലേജസ്, അതായത് മയമയ രൂപത്തിലുള്ള ഒരുതരം ഇത് ഒടിച്ച് കയക്കിയാൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇറിട്ടന്റ് അല്ല, വളരെ രൂക്ഷമായിട്ടുള്ള സ്വഭാവമോ അല്ലെങ്കിൽ ബോഡിയിൽ സ്കിന്നിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നതോ ആയിട്ടുള്ള ഒന്നും തന്നെ അല്ല ഇത്. ഇതിന്റെ മുകളിലോട്ടുള്ള ഭാഗവും കുറുന്തോട്ടിയുടെ വേരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ഫൈറ്റോസ്റ്റീറോൾ, പൊട്ടാഷ്യം നൈട്രേറ്റ്, റെസിൻ എന്നിവ ഇതിന്റെ രസത്തിലുണ്ട്. കാർഡിയാക് സ്റ്റിമുലന്റ് ആയ എഫഡ്രിൻ, നമ്മളിപ്പോ അലോപ്പതിയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് ഈ എഫഡ്രിൻ. അത് ഇഞ്ചക്ഷൻ IV ഒക്കെ കൊടുക്കാറുണ്ട്. കാർഡിയാക് സ്റ്റിമുലന്റിന് ആസ്മാറ്റിക് പേഷ്യൻസിനും കാർഡിയാക് ഡെഫിഷ്യൻസി, അത് കാർഡിയാക് എഡീമ വരുന്ന കണ്ടീഷനിലൊക്കെ എഫഡ്രിൻ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ്. അത് ഈ കുറുന്തോട്ടിയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് എഫഡ്രിൻ. പിന്നെ അമിനോ ആസിഡ്സ് ഉണ്ട്. അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൈസീൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന ഘടകങ്ങളെല്ലാം ഇതിനകത്ത് സാധാരണമായിട്ടുണ്ട്. ഫ്ലോറൈഡ്സ്, സൾഫേറ്റ്, ഫോസ്ഫേറ്റ്സ്, അയണും കാൽഷ്യവും മെഗ്നീഷ്യവും സോഡിയവും ഉണ്ട്. നല്ല ഒരു സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കുറുന്തോട്ടി. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കുറുന്തോട്ടിയുടെ ഉപയോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും കുറുന്തോട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി എനിക്ക് മറ്റിടത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇതിന്റെ ഈ ക്രിസ്റ്റൽസ് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, സർപ്പഗന്ധി എന്ന് പറയുന്ന, സർപ്പഗന്ധി അല്ല, ഈ പാമ്പിൻ വിഷത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒന്ന് ഞാൻ കാണിച്ചിരുന്നു, ഗരുഡക്കൊടി. അതിലെ ഒരു ക്രിസ്റ്റൽ ഞാൻ കാണിച്ചിരുന്നു. അതുപോലെയുള്ള ചില ക്രിസ്റ്റലുകൾ സമാനമായത് ഈ കുറുന്തോട്ടിയിലുണ്ട്. അത് പക്ഷേ ഇത് വേറൊരു ടൈപ്പാണ്. അടുത്ത പേജ് കാണാം. മെന്റൽ ഡിസോർഡേഴ്സിനും എപ്പിലെപ്സി പോലുള്ള കംപ്ലൈൻസിനും കുറുന്തോട്ടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഹോമിയോയിൽ അത് ഇതുവരെയും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സാറ് ഇസ്മായിൽ സെഡ് സാറ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞാൻ കുറുന്തോട്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഹോമിയോ ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടു. നെക്സ്റ്റ് കേൾക്കാമോ? നെക്സ്റ്റ് ഒന്ന് പേജ് മാറ്റാമോ? ഹലോ, മാറ്റി പേജ് അടുത്ത പേജ്. മുകളിൽ കണ്ടോ ആ ഒരു ട്രയാങ്കുലർ ആയിട്ട് കിടക്കുന്നത്? ആ ഗരുഡക്കൊടി എന്ന് പറയുന്ന പ്ലാന്റിൽ കണ്ടതുപോലുള്ള ഒരു ക്രിസ്റ്റലാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ വളരെ കൂടുതൽ എൻലാർജ് ചെയ്തു. ഞാൻ ഇതിന്റെ എൻലാർജ്മെന്റ് ഒന്നും മാഗ്നിഫിക്കേഷനെ കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്റെ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഈ ക്രിസ്റ്റലുകൾ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ആണ്. പക്ഷെ ഈ ക്രിസ്റ്റലുകൾ നേരിട്ട് ഫോട്ടോഗ്രാഫി ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എനിക്ക് 45 അല്ലെങ്കിൽ 10 മാഗ്നിഫിക്കേഷൻ, സാധാരണ 10, 45, 100 ഇതാണല്ലോ മൈക്രോസ്കോപ്പിന്റെ, നമ്മുടെ ലബോറട്ടറി മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻസ്. അതില് 10ൽ തന്നെ മിക്കവാറും കാണാൻ കഴിയുമെങ്കിലും ഈ കുറുന്തോട്ടി ഒരിക്കലും 10ൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ട്രയാങ്കുലർ റൈറ്റ് സൈഡ് കിടക്കുന്നതെല്ലാം ബാഗായിട്ട് വളരെ കാണാൻ അത്ര ഇതില്ലാതെ കിടക്കുന്നുവെങ്കിലും അവയെല്ലാം 45 മാഗ്നിഫിക്കേഷനിൽ കാണുകയും പിന്നീട് അത് തന്നെ ഞാൻ മൊബൈലിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് വലുതാക്കി ഒക്കെ ഉണ്ടാക്കിയ ക്രിസ്റ്റലുകളാണ്. സിഡ റെറ്റ്യൂസ. നെക്സ്റ്റ് അടുത്തതൊന്ന് പറയാമോ, കാണിക്കാമോ? നെക്സ്റ്റ് അടുത്തത് ഇത് കുരുട്ടുപാല എന്നാണ്. ഈ പാലയിൽ നിന്ന് ഒരുമാതിരി കമ്മൽ പോലെ ഒരുതരം സ്പെഷ്യൽ ആയിട്ടുള്ള കായ് പിടിച്ചു കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ സാധാരണയായിട്ട് കാണുന്ന പാലയാണ് കുരുട്ടുപാല. ഡെക്കോട്ടോമ ബ്ലാറ്റർ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ലീഫാണ് ഞാൻ വാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കായും കറയും ഒക്കെ വിഷാംശം വളരെ കൂടുതലുള്ള ഒരു വസ്തുവാണ്. നമ്മുടെ നാട്ടിൽ ഇത് സാധാരണ ചിലപ്പോൾ ഈ പഴവർഗ്ഗങ്ങളൊക്കെ പഴുക്കുന്നതിന് വേണ്ടി ഇതിന്റെ കൊമ്പ് ഒടിച്ച് മാങ്ങയെല്ലാം പഴുക്കുന്നതിന് വേണ്ടി കൂടുതൽ മാങ്ങ പറിച്ചിട്ട് വലിയ ഒരു വട്ടിയിലോ കൂട്ടയിലോ ഒക്കെ ഇട്ടിട്ട് ഇതിന്റെ തണ്ട് ഒടിച്ചിട്ട് കുറെ ദിവസം വെച്ചിരുന്ന പെട്ടെന്ന് പഴുക്കും അല്ലെങ്കിൽ ചീത്തയാകില്ല, അങ്ങനെ ഒരു ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള ഒരു പദാർത്ഥമാണ് എന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന് 10 മുതൽ 17 സെന്റിമീറ്റർ വരെ പൊക്കത്തിൽ വളരുന്നുണ്ട്. ഒരു ചെറിയ കുറ്റിച്ചെടിയായിട്ടാണ് ഇത് വളരുന്നത്. ഈ പ്ലാന്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഈ ഔഷധങ്ങൾ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നവയാണെങ്കിലും പഠനം വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളതാണ്. ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ വളരെ
നമ്മൾ തന്നെ ഇന്ത്യൻ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ എന്ന് പറയുന്നതിനകത്ത് നോക്കിയാൽ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയകൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ 50ഓളം എന്ന് പറയുന്നത് ഇപ്പോഴും 50-60 സസ്യങ്ങളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഈ കറ, വെളുത്ത കറ റെസിൻ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. ഇത് നല്ല പോയിസണസ് ആണ്, അതിന്റെ നട്ടും പോയിസണസ് ആണ്. ഇത് ഇപ്പോ ബാർക്കും ലീഫും ഇതിന്റെ മെഡിസിൻ പോയിസണസ് ആണ്. ടെബനാക്, നോൺ ടാനിൻ ആൻഡ് കൊറോണറിൻ എന്ന് പറയുന്ന 2-3 പദാർത്ഥ ആൽക്കലോയിഡ്സ് ഉണ്ട്. കൊറോണാരിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് തന്നെ ഉണ്ട്. അത് പോയിസണും പ്ലാന്റിനെ ഒന്നുമില്ല, കാർഡിയക് ആയിട്ടും ഉള്ള കംപ്ലൈൻസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ പെടുന്നതാണ് ഈ കുരുട്ടുപാല. അതിന്റെ അടുത്ത ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കാമോ? ഈ ചെറിയ ക്രിസ്റ്റൽസ് ഒരു ഇങ്ങനെ മുകളിൽ കിടക്കുന്നത് ചെറിയ പാർട്സ് ആണ്. അത് ഒരു കുഞ്ഞു പാർട്സ് ആണ്. ഇത്തരത്തിലുള്ള ചെറിയ പാർട്സ് ഞാൻ ആർണിക്കയിലും കാണാനിടയായിട്ടുണ്ട്. ഈ ആർണിക്കയിലെ ഈ കുരുട്ടുപാലയിൽ മാത്രമാണ് ഇത്ര ചെറിയ തരികൾ, അതായത് ഇങ്ങനെ ചെറിയ ചെറിയ മെത്തുകൾ പോലെ കിടക്കുന്നതിനെ കോർത്തിണക്കിയാൽ ചെറിയൊരു മാലയിൽ കോർക്കാൻ പറ്റുന്ന രീതിയിൽ ഈക്വൽ ഷേപ്പാണ്. ഇത് ആർണിക്കയിലാണ് പിന്നെ ഒന്ന് കാണാൻ സാധിച്ചത്. നേരത്തെ പറഞ്ഞു വലത് സൈഡിൽ എൻലാർജ് ചെയ്തത് ഒരെണ്ണം കിടപ്പുണ്ട്. നല്ലവണ്ണം എൻലാർജ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് കാണാൻ പറ്റുന്നത്. മൈക്രോസ്കോപ്പിലൂടെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെയും അത് എൻലാർജ് ചെയ്യേണ്ടി വരും. ഈ താഴത്തെ ക്രിസ്റ്റൽസില് ആ റോഡ് പോലെ നടുക്ക് കിടക്കുന്നതിന്റെ റൈറ്റ് സൈഡ് കിടക്കുന്നത് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്. ഒരു കാറിന്റെ മേൽഭാഗം. അത് എനിക്ക് ഇതില് അത്ര കൃത്യമായിട്ട് അതിനകത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുകളിലും അതുപോലെ ഒരെണ്ണം കിടപ്പുണ്ട്. ഒരു കാർ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ആ ക്രിസ്റ്റല്. 2 ചരിവുമുണ്ട്. കാറിന്റെ ടോപ്പ്, റൂഫ്, മുകളിൽ വശവും കാണാൻ കഴിയും. പിന്നെ ഈ ക്രിസ്റ്റൽ നല്ല ഗ്ലാസി ആയിട്ടുള്ള സൂപ്പർ ഇതായിട്ടുള്ള ക്രിസ്റ്റലുമാണിത്. നെക്സ്റ്റ് അടുത്ത് കാണാമോ? താഴെ നെക്സ്റ്റ് കാണിക്കുമോ ഡോക്ടറെ? വന്നു. അഥവാ മണിത്തക്കാളി. മണിത്തക്കാളി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് സൊളാനം നൈഗ്രമാണ് നമ്മുടെ ഇവിടങ്ങളിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹോമിയോപ്പതിയിലെ സൊളാനം നൈഗ്രത്തെ കുറിച്ച് ബോർക്കിൽ നന്നായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. എഡിമയ്ക്ക് വളരെ ബെസ്റ്റ് മെഡിസിൻ ആണ് സൊളാനം നൈഗ്രം. നല്ലൊരു ക്ലെൻസർ ആണ്. ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ബോഡിയെ ക്ലീൻ ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ അത് എഡിമയ്ക്ക് കൂടുതലായിട്ടും പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ആവുന്നത്. പ്ലൂറൽ എഫ്യൂഷൻസ്, പിന്നെ അതുപോലെ പെരിക്കാർഡിയൽ എഫ്യൂഷൻ, അതുപോലുള്ള കിഡ്നി പ്രോബ്ലംസ് ഉണ്ടാകുന്ന എഡിമ, എല്ലാ തരത്തിലുള്ള അനാസാർക്ക്, ഇതിനെല്ലാം ജനറലി അനാസാർക്കും എക്സീമ പോലുള്ള ഡിസീസിനും സോറിയാസിസിനും ഒക്കെ വളരെ കൂടുതലായിട്ട് പച്ചയ്ക്ക് പുറമേയും അകമയും കഴിക്കുന്ന ഒരു നല്ല പച്ചമരുന്നാണ് സൊളാനം നൈഗ്രം, മണിത്തക്കാളി. ഇത് 2 ഐറ്റം ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് മൂന്നാറിൽ പോയതിനു ശേഷമാണ് എനിക്ക് ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് കാണാൻ കഴിയും. നമ്മുടെ ഈ കേരളത്തില് ഈ ബ്ലാക്ക് കാണാൻ കുറവാണ്. കേരളത്തിൽ മീൻസ് തിരുവനന്തപുരത്ത് ബ്ലാക്ക് കാണാൻ കുറവാണ്. എന്നാൽ കേരളത്തിൽ എവിടെ നോക്കിയാലും ഏത് പറമ്പിൽ നോക്കിയാലും ഇതിന്റെ ചുവന്ന ഇത് കാണാൻ കഴിയും. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ആ ബ്ലാക്ക് ഞാൻ അവിടെ നിന്ന് എടുത്തതാണ്. ഇടത് സൈഡിൽ ഞാൻ ഇവിടുത്താണ് സ്റ്റഡി ചെയ്തത്. ആ ഇടത് സൈഡിൽ നമ്മുടെ ഇവിടെയുള്ള മണിത്തക്കാളിയുടെ ഒരു പ്ലാന്റ് ആണ് ഇരിക്കുന്നത്. വലത് സൈഡിൽ നിൽക്കുന്നത് എനിക്ക് മൂന്നാറിൽ ഇടുക്കിയിൽ പോയതിനു ശേഷം അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞതാണ്. അവിടെയാണ് ഞാൻ ഈ ബ്ലാക്ക് നൈറ്റ് കാണുന്നത്, അതായത് ബ്ലാക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ബ്ലാക്ക് ശരിക്കും നല്ല, ഈ ബ്ലഡ് എന്ന് പറയുന്ന പിള്ളേർക്ക് കളിക്കാനൊക്കെ നല്ല രസമാണ്. കാരണം ഇതിന്റെ കാ പറിച്ച് ബ്ലഡ് എന്ന് പറഞ്ഞാൽ പ്യൂർ ബ്ലഡിന്റെ കളറിൽ ഇങ്ങനെ കറ വരും. അതുകൊണ്ട് കളിക്കാൻ എടുക്കുന്നതാണ്. പക്ഷെ ഇത് പോയിസണസ് അല്ല, ഹെവി പോയിസണസ് അല്ല. ഇതിന്റെ വേറൊരു ടൈപ്പ് ഉണ്ട്. ഇത് മിസ്റ്റേക്കൺ വരും. കാരണം എന്ന് പറഞ്ഞാല് ഇതുപോലെ ഒരു തരം ചീരയുണ്ട് അവിടെ. മണിത്തക്കാളി എന്ന് തന്നെയാണ് അതിനും പറയുന്നത്. അതിൽ ഈ ബ്ലാക്ക് ഫ്രൂട്ട്സ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. പക്ഷെ അത് വേറൊരു ടൈപ്പാണ്. അതിന്റെ ഇല കുറച്ചുകൂടെ വലുതും ഈ സെറേറ്റഡ് ആണ്. അതായത് ഇതിങ്ങനെ ഇലകൾ ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. അത് ചീര വിഭാഗത്തിൽ പെടുന്നതാണ്. അത് അവിടെ കണ്ടമാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനും ഒരിക്കൽ കഴിക്കാൻ ഇടയായി. എനിക്ക് കുറച്ച് ഒരാൾ കൊണ്ടുതന്നു. അത് നമ്മുടെ ഇവിടെ അത് അപൂർവമായിട്ട് ചിലയിടങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ധാരാളമായിട്ട് ആ തണുത്ത പ്രദേശങ്ങളിൽ, ഹൈ റേഞ്ച് പ്രദേശങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. വലിയ ലീഫുമാണ്, വലുതുമാണ്. അതും സൊളാനം നൈഗ്രം തന്നെ. ഈ സൊളാനം എല്ലാം തന്നെ മുളക് വർഗത്തിൽ പെടുന്നതാണ്. തക്കാളി, സൊളാനം, പിന്നെ ഇത് മുളക്, സൊളാനം, ഇതെല്ലാം സൊളാനം എന്ന് പറയുന്നത് അതിന്റെ ജനറിക് നെയിമാണ്. ഈ സൊളാനം നൈഗ്രം എന്ന് പറയുന്നത് സ്പീഷീസ് നമ്മുടെ മരുന്നിന് ഉപയോഗിക്കുന്നതാണ്. ഇത് എക്സീമ, പിന്നെ എന്താണ്, ബ്ലഡ് പ്യൂരിഫയർ ആണ്. നല്ലൊരു ക്ലെൻസർ ആണ്, ബ്ലഡ് പ്യൂരിഫയർ ആണ്. നെക്സ്റ്റ് പേജ്, ഇതിന്റെ ക്രിസ്റ്റൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്.
നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു ക്രിസ്റ്റലാണ്. ഈ അടുത്ത ക്രിസ്റ്റൽസ് കാണിക്കൂ. നെക്സ്റ്റ് പേജ് ഡോക്ടറെ. വന്നു ക്രിസ്റ്റൽസിലെ ഏറ്റവും മുകളിൽ കിടക്കുന്ന നിങ്ങൾക്ക് കാണാം. അത് ഞാൻ ഒന്നും സൊല്യൂഷൻ നേരിട്ടെടുത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ്. അതായത് ഈ ക്രിസ്റ്റൽസ് ആ പ്ലാന്റ്സിൽ ഇങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഞാൻ ഇതിന്റെ ക്ലാസ്സിൽ ആദ്യം തന്നെ പറഞ്ഞു, ഈ ക്രിസ്റ്റൽസ് ഈ പ്ലാന്റ്സിൽ ഏത് വിധത്തിലാണ് വർത്തിക്കുന്നത്, അതിന്റെ സ്റ്റേറ്റ് ഓഫ് ദ എലിമെന്റ് എങ്ങനെയാണ്, അത് ലിക്വിഡ് സ്റ്റേജിലാണോ അത് സൊല്യൂബിൾ ആയിട്ടാണോ എന്ന്. പക്ഷെ അലോവീരയിലും ഇതിലും ഈ പൊരുത്തിരിക്കുന്നുണ്ടോ? ഒരു മില്ലിമീറ്ററിനും താഴെ കാണുന്ന ഒരു ക്രിസ്റ്റലാണ്. അപ്പൊ ആ പ്ലാന്റിന്റെ ആ ലീഫ് പച്ച ഭാഗം ഇപ്പൊ കേൾക്കാമല്ലോ. കേൾക്കാം. ഹലോ, ആ കേൾക്കാം ഭാഗത്ത് നിന്ന് ഡോക്ടർ. അതിൽ തന്നെ കൊരുത്ത് വെച്ചിരിക്കുന്നതിൽ അത് മുകളിലോട്ട് കാണിക്കോ. അത് ഇങ്ങനെ തന്നെയാണ്. ഈ 2 പോയിന്റും നല്ല ഗ്ലാസി ആയിട്ടുള്ള എന്തോ ഒരു പൈപ്പ് കുഴലുകൾ മുറിച്ചിട്ടതുപോലെയൊക്കെ ഇങ്ങനെ തിളങ്ങി കാണുന്ന ഒരു തരം ക്രിസ്റ്റലാണ്. അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ നിന്ന് കാണിക്കൂ. താഴെ അതിന്റെ ശരിക്കുള്ള പിക്ചർ വലുതായിട്ട് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അരളി മണിത്തക്കാളിയുടെ ആ ഒരു ചൊവ ഇത് ഉള്ളതാണ്. ഇത് ഇനി അടുത്തത് മഞ്ഞ അരളി അഥവാ സെറിബ്ര തെവേഷ്യ എന്നാണ് ഇതിനെ പറയുന്നത്. തീവട്ടിയ എന്നും പറയും, തെവട്ടിയ. സെറിബ്ര ഒതളം, സെറിബ്ര തെവേഷ്യ ഇങ്ങനെ പറയുന്ന കുറച്ച് സെറിബ്ര അരളികളുണ്ട്. നമ്മുടെ അരളി വിഭാഗത്തിൽ പെടുന്നവയാണ് ഇതെല്ലാം. ഈ മഞ്ഞ അരളി വളരെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് ഈ തീരപ്രദേശങ്ങളിൽ നല്ല ഇളക്കമുള്ള മണ്ണിലേ ഇത് കാണുള്ളൂ. വീടിന്റെ മുറ്റത്ത് ഈ അരളി നട്ടുപിടിപ്പിക്കുമായിരുന്നു മുമ്പ്. കാരണം ഈ പൂക്കൾ വലിയ റേഡിയോ പോലെ നിൽക്കുന്നതും പിള്ളേർക്ക് കളിക്കാൻ എളുപ്പമുണ്ട്. ഇതിന്റെ കായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുട്ട് എന്ന് പറഞ്ഞില്ലേ, അതിനും ഇതേപോലുള്ള മഞ്ഞ പൂക്കളാണ് ഉണ്ടാകുന്നത്. കുരുട്ട് പാല. ഇപ്പൊ ഈ മഞ്ഞ നല്ല മഞ്ഞയാണ്. ഇതിൽ കറയുണ്ട്. ഇത് നല്ല പോയിസൺ ആണ്. ഇതിന്റെ കായ നിങ്ങൾക്കറിയാം, ഒരു കതറ സായിപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പ് കായ വരച്ചിട്ട് ഒരു സായിപ്പിനെ സൃഷ്ടിക്കാറുണ്ടായിരുന്നല്ലോ. അതുപോലെയാണ് ഇതിരിക്കുന്നത്. സായിപ്പിന്റെ തൊപ്പിയും ഒക്കെ വെച്ചിരിക്കുന്ന ഒരുതരം ഒരു കായാണ് ഇതിലുണ്ടാകുന്നത്. കായ ഇതിൽ കാണിച്ചിട്ടില്ല. ആ കായ്ക്ക് അകത്ത് ഇരിക്കുന്നത് പൊട്ടിച്ചെടുക്കാൻ തോട് വളരെ കട്ടിയുള്ളതാണ്. എന്നാൽ പോലും ആ വിഷം വളരെ സ്ട്രോങ് ആണ്. അതിന്റെ കായ പൊട്ടിച്ച് തിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കായ കൊണ്ട് തന്നെ ഒരാള് ഡെഡാകാൻ സാധ്യതയുണ്ട്. വീത്തലാണ്. ഇതിന്റെ കറയ്ക്കും വളരെ രൂക്ഷമായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. പുറത്തൊക്കെ വീണാൽ ചെറിയ പിള്ളേരുകൾ ഉണ്ടാകും. ഇത് ലീഫ് ആണ്, പോയിന്റഡ് ആയിട്ടുള്ള ലീഫും നമുക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. വീട്ടിൽ അലങ്കാര സസ്യമായിട്ടും വളർത്താറുണ്ടായിരുന്നെങ്കിലും പോയിസണസ് ആണ്. ശ്രദ്ധിക്കുന്ന വീടുകളിൽ മാത്രം ശ്രദ്ധിച്ചത്. വളരെ നല്ല ഉയരത്തിലും പൊക്കത്തിലും വളരും. തോടിന്റെ കരയിലൊക്കെ ഇത് വളരെ പൊക്കത്തിൽ നിന്നിട്ട് മഞ്ഞ പൂക്കൾ കാണിക്കാറുണ്ടായിരുന്നു. ഇതിന്റെ ഇത് ഇറിറ്റേറ്റിംഗ് ആണ്. ഇതിന്റെ ഈ ജ്യൂസ് എല്ലാ പാർട്ടും പോയിസണസ് ആണ്. കായും വേരും ഒക്കെ പോയിസണസ് ആണ്. ഇതും നേരത്തെ ഞാൻ പറഞ്ഞ കുരുട്ടുപാലയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മറ്റ് സാധാരണയുള്ള അരളികളെല്ലാം സെറിബ്ര വിഭാഗത്തിൽ വരുന്ന എല്ലാം ഹാർട്ട് പോയിസൺസ് ആണ്, കാർഡിയാക് പോയിസൺസ് ആണ്. നമ്മുടെ സാധാരണ അരളി അറിയാമല്ലോ, ചുവന്ന റോസ് വരുന്ന, അതും ഇതുപോലെ തന്നെ കാർഡിയാക് പോയിസൺ ആണ്. ഹൃദയത്തിന് മരവിപ്പിക്കുന്നു, പെട്ടെന്ന് തന്നെ ഡെഡ് ഉണ്ടാകുന്നു. ചെസ്റ്റ് ഡിസീസസിനെ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു. എഡീമ, അതുകൊണ്ട് തന്നെ കാർഡിയാക് എഡീമ, ജനറൽ അനാസാർക്ക, ഇതിനൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഈ മഞ്ഞ അരളി. നെക്സ്റ്റ് ഡോക്ടറെ. ഈ മഞ്ഞ അരളിയില് ഈ നടുക്ക് കാണുന്ന ഓരോ കണ്ടില്ലേ, നല്ല വെളുപ്പെന്ന് പറഞ്ഞാൽ വളരെ വെളുത്ത നിറമാണ്, തിളങ്ങുന്ന വൈറ്റ് ആണ് ആ കാണുന്ന ക്രിസ്റ്റൽസ്. ഇത് ചെലിഡോണിയത്തിലെ ഒരിക്കലും തിളങ്ങുന്ന വൈറ്റ് ക്രിസ്റ്റൽ ഞാൻ കാണിച്ചു. ഇതുപോലെ തന്നെ ഓരില ധാരാളമായിട്ട് ആയുർവേദത്തില് അരളി ഇല്ലാത്ത ഓരില്ല, നീരില്ല, പാച്ചുവറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പദ്യം തന്നെ ഉണ്ട്. ഓരിൽ ഉപയോഗിക്കാത്ത ആയുർവേദക്കാരെ കാണില്ല. ഓരിൽ ഞാൻ ഇതിനകത്ത് പിന്നീട് കാണിക്കാം, അതിനകത്ത് ഉണ്ട്. അപ്പൊ അതിലും ഇതേപോലെ ഒരു വൈറ്റ് ക്രിസ്റ്റൽ ഉണ്ട്. അതേപോലെയുള്ള ക്രിസ്റ്റലാണ് മണിയുടെ ടൈം പീസിൽ നമ്മൾ ടൈം കാണിക്കുന്ന ഡയൽ പോലെ ആ മുകളിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ 3-4 പ്രാവശ്യം കാണാൻ ഇടയായ ക്രിസ്റ്റൽസ് ആണ്. നെക്സ്റ്റ് അടുത്ത കാണിക്കും.
ഇതിൽ 8 പോലെ കെട്ട് വെട്ടിയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ടായിരുന്നു. ഇത് മുക്കുറ്റിയാണ്. നമ്മൾ സാധാരണ കാണുന്ന മുക്കുറ്റി നമുക്കറിയാവുന്നതാണ്. ഇപ്പൊ ധാരാളമായിട്ട് ഈ വാട്സാപ്പിലൊക്കെ വരുന്നുണ്ട് മുക്കുറ്റി ഡയബറ്റീസിന് നല്ലതാണ്, യൂട്രൈൻ കംപ്ലൈൻസിന് നല്ലതാണ്, സ്ത്രീജന്യമായ മറ്റു രോഗങ്ങൾക്ക് നല്ലതാണ്, പ്രസവാനന്തരം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് ഒറ്റമൂലികളാണ്. സമൂലം ഇതിന്റെ വേര് ഉൾപ്പെടെ നന്നായിട്ട് അരച്ച് ചൂടാക്കിയ വെള്ളത്തിലൊക്കെ കുടിക്കുന്നത് കൊണ്ട് സാധാരണ നല്ലതാണെന്ന് പറയുന്നത്. മുക്കുറ്റി 10 ഇലകൾ, 10 ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി. ഇതിന്റെ പൂവിന്, ഈ മുക്കുറ്റിയുടെ പൂവിന് ഞാൻ ഇതിനകത്ത് എന്റെ നേരത്തെ കുറച്ച് തമാശയും പറയാറുണ്ടായിരുന്നു. ഇവയുടെ പേരും ചില ക്രിസ്റ്റലുകളിൽ ചില ചെറിയ ക്രിസ്റ്റലുകൾ ഇതിന്റെ പേരുമായി ചെറിയ ബന്ധമുണ്ട്. ഇത് ഞാൻ ഈ പുസ്തകത്തിൽ ഉടനീളമുണ്ട്. എനിക്ക് ഒരുപാട് ക്രിസ്റ്റൽസ് പ്ലാന്റ്സിന് മാത്രമല്ല, നമ്മുടെ ഈ പടിക്കാരം എന്ന് പറയുന്നതിന്റെ ക്രിസ്റ്റൽ ഞാൻ ഇതിന്റെ ലാസ്റ്റില് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഈ പുസ്തകത്തിന്റെ വിവരണം ഇതിന്റെ ഇങ്ങനെയുള്ള ചില കാരണങ്ങളാൽ ഇനിയും നീണ്ടുപോകാനാണ് സാധ്യത. അപ്പോൾ ഞാൻ ലാസ്റ്റില് പറ്റുമെങ്കിൽ ആ പടിക്കാരം ഒന്ന് അടുത്ത പ്രാവശ്യം തന്നെ കാണിക്കാം. അത് പടിയാണ്. യഥാർത്ഥത്തിൽ 1 കിലോയുടെ പടി നമ്മൾ വെച്ചാൽ എങ്ങനെ ഇരിക്കും? 1 കിലോ 2 കിലോയുടെ നമ്മുടെ പടി മീൻസ് വെയിറ്റ്. അതുപോലെ തന്നെയാണ് ഇരിക്കുന്ന ആ ക്രിസ്റ്റൽ. ഒരു സാമ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും സാമ്യമുള്ള ഒരു സാധാരണ ക്രിസ്റ്റൽ വേറെ ഇല്ല. പടിക്കാരം എന്ന് പേരിട്ടു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പടിക്കാരമുള്ള പേര് വന്നതാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് പടി രൂപപ്പെടുന്നതാണ് വാസ്തവത്തില്. അതാണ് ഈ മുക്കുറ്റി കാണാൻ കഴിയുന്നത്. മുക്കുറ്റിയുടെ ക്രിസ്റ്റൽസ് കണ്ടില്ലേ? തകരങ്ങൾ പോലെ, തകരത്തിലെ അലൂമിനിയം മ്യൂട്ടായി പോകുന്നു. വളരെ ഇതായിരിക്കുകയാണ്, കലുഷിതമായിരിക്കുകയാണ് അന്തരീക്ഷം. ഞങ്ങളുടെ ടവറെല്ലാം ഒരുപക്ഷെ നല്ല ഇതിലായിരിക്കും, പുറത്തും നല്ല മഴയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പൊ കേൾക്കാമായിരിക്കും അല്ലേ ഡോക്ടറെ? കേൾക്കാം ഡോക്ടർ, കേൾക്കാം. അപ്പൊ ഇവിടെ ആ ഒരു വെളുത്ത ക്രിസ്റ്റല് ഇതിലും കാണാം. അടുത്ത പേജിൽ ഞാൻ ഇതിന്റെ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ഈ ഓപ്പോസിറ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഈ ലീവ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മുക്കുറ്റി കണ്ടാൽ തന്നെ തിരിച്ചറിയണം. മുക്കുറ്റി വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ്. വല്ലപ്പോഴുമെങ്കിലും ഈ മുക്കുറ്റി നമുക്ക് രൂപേണയും അല്ലാതെയും നമുക്ക് കഴിക്കാം. ഡോക്ടർ വീണ്ടും നെറ്റ് പോയി. വീണ്ടും അൺമ്യൂട്ട് ആവുന്നു. രണ്ടും പോയി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാണാനും ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നെക്സ്റ്റ് പേജ് ഒന്ന് കാണിക്കൂ. നെക്സ്റ്റ് പേജ്. മുള കേൾക്കാമോ? കേൾക്കാം ഡോക്ടറെ. മുളയാണ് വന്നിരിക്കുന്നത്. സ്ക്രീൻ ഷെയർ സ്ക്രീൻ ഷെയർ കാണുന്നില്ല എനിക്ക്. കാണാം. എന്നാലും ഞാൻ പറയാം. ഇപ്പൊ ഏതാണ് മുള? നേരത്തെ പറഞ്ഞു നമ്മുടെ കറുക. ഞാൻ പറഞ്ഞു മുള വിഭാഗത്തിൽ വരുന്ന പുല്ല് പറ്റി പറഞ്ഞിരുന്നു. ഈ ബാംബൂസ അരന്റിനേഷ്യ എന്നാണ് ഈ മുളയുടെ യഥാർത്ഥ പേര്. ബാംബു നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബാംബൂസ അരന്റിനേഷ്യ. ഞാൻ ഇതിന്റെ ലീഫാണ് നോക്കിയത്. ധാരാളമായിട്ട് സിലിക്കയുടെ ക്രിസ്റ്റൽസ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. നമ്മുടെ വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ ഇതിന്റെ ഈ മുളക് ഇത് 40 വർഷത്തിനിടയ്ക്ക് മാത്രമാണ് ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. പക്ഷെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുമ്പോൾ ധാരാളമായിട്ട് നെല്ല് പോലെ ചെറിയ അരി പോലെ മണി പോലെ ഉള്ള വിത്തുകളുണ്ട്. ആ വിത്ത് അവിടെ ഇപ്പൊ നമുക്ക് ഇടുക്കിയിലൊക്കെ പോകുന്നവരാ നേര്യമംഗലമൊക്കെ കഴിയുന്നിടത്ത് വനത്തിന്റെ നടുക്ക് ധാരാളമായിട്ട് ചെന്നാൽ ആളുകൾ കഞ്ഞി വെച്ച് പായസം വെച്ചൊക്കെ തരും. നമുക്ക് വാങ്ങി കഴിക്കാം. നല്ല രസമാണ് അതിന്റെ വിത്ത് കഴിക്കാൻ. ഔഷധം വളരെയേറെ ഉള്ളതാണ്. ഭക്ഷണത്തിലെ അറിയാമല്ലോ, 40 വർഷത്തിലൊരിക്കല് ഇപ്പൊ നീലക്കുറിഞ്ഞ് പൂക്കുന്നത് അത്ര 14 വർഷത്തിലൊരിക്കലാണ്, 12 വർഷത്തിലൊരിക്കൽ പറയുന്നത് പോലെ ഇത് 40 വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ മുള പൂക്കാറുള്ളൂ. സാധാരണ മുളയാണിത്. നമ്മൾ സാധാരണ മുള ധാരാളമായിട്ട് കയറ്റി അയക്കുന്നുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഇത് കണ്ടമാനമുണ്ട്. പ്രത്യേകിച്ച് ആ നേര്യമംഗലം ഭാഗത്ത് പിന്നെ ഇത് മാത്രമാണുള്ളത്. അപ്പൊ ഈ മുളയുടെ അരി കഞ്ഞി വെച്ച് ഈ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് കടകളിൽ നിന്ന് ഇത് കവറിൽ വാങ്ങാൻ കിട്ടും. നല്ല വിലയുമാണ്. ഇതിന് സ്പാസ്മോഡിക് കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ലങ്സ് എന്നാണ്. ഇപ്പം ഈ ആസ്മ പോലുള്ള രോഗങ്ങൾക്കും ശ്വാസകോശ രോഗങ്ങൾക്കും ഈ ഇതിന്റെ മുളയുടെ അരിയും മുളയുടെ നേർത്ത തണ്ടും വളരെയേറെ ഔഷധം യോഗ്യമായിട്ടുള്ള ഭാഗമാണ്. ഇതില് സിലിക്കയുടെ നല്ല ഒരു കറുക പോലെ തന്നെ കാണുന്നുണ്ട്. ഇപ്പൊ ലീവ്സില് റഫായിട്ടുള്ള ഒരു അര ഉണ്ടല്ലോ, അത് തന്നെ സിലിക്കേറ്റഡ് ആണ്.
ഇത് നല്ല പൊക്കത്തിൽ 30 സെന്റിമീറ്റർ 40 സെന്റിമീറ്റർ വരെ ഈ പ്ലാന്റ് ഉയരത്തിൽ വളരാറുണ്ട്. നല്ല മൂത്ത് വന്നതിന് ശേഷം മാത്രം, വളഞ്ഞതിന് ശേഷം മാത്രം അതിന്റെ തണ്ടുകൾക്ക് നല്ല ഉപയോഗമാക്കിയമായിട്ട് വളരെ നീളത്തിലും നല്ല യൂണിഫോം ആയിട്ടും വരുന്നുണ്ട്. ഇതിനകത്തുള്ള പോർഷനും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടതാണ്. ഈ മുള വിഭാഗത്തിൽ വരുന്നതിനകത്ത് തണ്ടില് വായുവാണ്. അപ്പൊ വലിയ മുളയുണ്ട്, ചെറിയ മുളയുണ്ട്. ഔഷധമായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഇതിന്റെ ഈ കുരുന്നിലകളും തണ്ടും പിന്നെ അരിയുമാണ് മുള. നെക്സ്റ്റ് മെഡിസിനൽ ആയിട്ടുള്ള കഞ്ഞി എന്നാണ് പറഞ്ഞ അവിടെ നമുക്ക് കിട്ടും. അരിയും അതിന് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ കാണുന്ന ക്രിസ്റ്റൽസിന്റെ താഴെ 2-3 ഭാഗങ്ങളൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള പാർട്ടുകളുണ്ട്. അതിൽ കയറ് കെട്ടിയിട്ടിരിക്കുന്നത് പോലുള്ള ഒരു പോർഷൻ ഇതിനകത്തും കാണാം. പിന്നെ ഈ ഇങ്ങനെ ഈ താങ്ങി വെക്കുന്ന രീതിയിലുള്ള ഒരു സാധനം കിടക്കുന്നുണ്ടോ, അത് ഈ ചെറിയൊരു പോർഷനാണ്. പക്ഷെ അത് ഇതിന്റെ ഒരു ചെറിയ ഭാഗം അല്ലെങ്കിൽ ഇതിന്റെ ചെറുത് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാ പ്ലാന്റ്സിലും ഇതുപോലുള്ള ഒരു ചെറിയ ഭാഗം എന്തായാലും കാണും. അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവർക്ക് കാണാം. ഇതിൽ ട്രയാങ്കുലർ ആയിട്ട് ഒരെണ്ണം ബ്ലാക്ക് മുകളിൽ കിടപ്പുണ്ട്. താഴെ തിരി കെട്ടിയിട്ടേക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ചൂല് നടുക്ക് കെട്ടിയിട്ടേക്കുന്ന പോലെയൊക്കെയുള്ള ഒരു ഇത് കാണാൻ കഴിയും. നെക്സ്റ്റ് അടുത്തത് വളരെ നല്ലൊരു പിക്ചറായിട്ട് എനിക്ക് കിട്ടിയ 3 ഡയമെൻഷനൽ ആയിട്ട് സൈഡിൽ ഈ സ്റ്റെയർ കേസിന്റെ സൈഡിൽ വെച്ച് അന്നത്തെ ലൈറ്റ് നല്ലതായിരുന്നു. എനിക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ല ഫോട്ടോയാണ് ഇത്. ഇതാണ് മുള്ളൻ ചീര. ഈ മുള്ളൻ ചീര ഇപ്പം നമ്മൾ പലരും ഉപയോഗിക്കാറില്ല, മുള്ളൊക്കെ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ചീരകളിൽ ഏറ്റവും നല്ലത് മുള്ളൻ ചീരയാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. തോരൻ വെച്ചൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഔഷധയോഗ്യമായിട്ടുള്ളതുമാണ്. അപ്പൊ ഒന്നും ഔഷധയോഗ്യമായിട്ടുള്ളതെന്നല്ല, ഔഷധ സസ്യമാണ്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും മറ്റു ചീരകൾ ഉള്ളതുപോലെ തന്നെ ഒലിനാലിക് ആസിഡ് എന്ന് പറയുന്നത്, ഒലിയാനോലിക് ആസിഡ്, ഡി ഗ്ലൂക്കോസ്, ഡി ഗ്ലൂക്കറോണിക് ആസിഡ്, ബീറ്റ സിട്രസിറോൾ, സ്റ്റിഗ്മാസ്റ്റിറോൾ, കമ്പസ്റ്റിറോൾ, ഇതൊക്കെ സ്റ്റീറോൾസ് ആണ്. സ്റ്റീറോയിഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ. സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നതിലെ ഓൾ ആൽക്കഹോളിക് കണ്ടന്റ് ആണ്. OH ഗ്രൂപ്പ് ഇപ്പൊ ബയോകെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പൊ കാർബൺ ഗ്രൂപ്പ് തന്നെ OH ഗ്രൂപ്പ് കൂടി ചേരുമ്പോൾ അത് ഓൾ ആൽക്കഹോളിക് ആയിട്ട് മാറുന്നു. സ്പിരിറ്റസ് ആയിരുന്നു. സ്റ്റിയറിറ്റിക് ആസിഡ്, ലിനോളിക് ആസിഡ്, ക്വർസെറ്റിൻ, ഇതൊക്കെ നമ്മൾ ഇവിടെ വേപ്പിലും മറ്റുമൊക്കെ ഇതൊക്കെ നമുക്ക് നേരത്തെ കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നു തോന്നുന്നു. ഈ ക്വർസെറ്റിനൊക്കെ സാധാരണ കാർബൺസ് ആണ്. സാധാരണ നമ്മുടെ ഈ ഔഷധ സസ്യങ്ങളിലെല്ലാം കാണുന്ന ഒന്നാണ് ഈ സ്റ്റിയറിറ്റിക് ആസിഡും ലിനോളിക് ആസിഡും ക്വർസെറ്റിനും. മിക്കവാറും ഒരു 60% ഔഷധ സസ്യങ്ങളിലും ഈ ക്വർസെറ്റിനും ലിനോളിക് ആസിഡും ഒക്കെ കാണും. ഇതെല്ലാം വോളറ്റൈൽ ഓയിൽസ് ഉണ്ട്. അതുപോലെ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലെ വായു നമ്മൾ ഈ സ്വേദനം ചെയ്യുമ്പോൾ ചൂടാക്കുമ്പോൾ ഇതിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന മണമുള്ള എറിയേറ്റസ് ആയിട്ടുള്ള പദാർത്ഥങ്ങളും ഉണ്ട്. ഈ ഔഷധം എന്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹോമിയോപ്പതിക് യൂസ് നമുക്ക് മനസ്സിലാവും. നമ്മുടെ അടിസ്ഥാന രോഗങ്ങളിൽ ഒന്നായ ഈ ഗുണേറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമായിട്ടാണ് ഇതാണ് ഈ മുള്ളൻ ചീരയാണ്. ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ബാക്കി പത്രങ്ങളെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ലീവ്സും റൂട്ട്സും ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ബേൺസിന് ഉപയോഗിക്കാം, ബോയിൽസിന് ഉപയോഗിക്കാം. നെക്സ്റ്റ് അമരാന്തസ് തന്നെയാണ്, പക്ഷെ സ്പൈനോസസ് ആണ്. അമരാന്തസ് സ്പൈനോസസ് എന്നാണ് അതിന്റെ പേര്. അമരാന്തസ് എല്ലാം ചീരവർഗത്തിൽ വരുന്നതാണ്. അമരാന്തസ് എല്ലാം അമരാന്തസ് സ്പൈനോസസ്. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചീര മുകളിൽ കിടക്കുന്നുണ്ടോ, ആ ഒരു ക്രിസ്റ്റൽ വർഷങ്ങൾക്ക് ശേഷം 2010 ഞാനിത് പിക്ചർ ചെയ്തു. എന്നിട്ട് ഞാൻ ഇത് വായിച്ചു. അതിന് ശേഷം ഇടുക്കിയിൽ പോയപ്പോ 2014 ഞാനിത് കുറേ നാൾ കഴിഞ്ഞ് ഇപ്പോഴും എൻ്റെ അടുത്ത് ഇതിന്റെ ബാക്കി കുറച്ച് സൊല്യൂഷൻസ് ഇരിപ്പുണ്ട്. 2014 ഞാൻ നോക്കിയപ്പോൾ ആ മുകളിൽ ചിരവയുടെ നാക്ക് പോലെ ഇതിന്റെ ആ ക്രിസ്റ്റൽ കണ്ടു. ഞാൻ എന്റെ തമാശയുടെ ഒരു രൂപം കൂടെ ഒന്നുകൂടെ പറയാണ്. ചീര എന്ന് പറയുന്നത്, ചീര എന്ന് പറയുന്ന വാക്കും ചിരവ എന്ന് പറയുന്ന വാക്കും ഉണ്ടോ? ഇത്തരത്തിൽ ഈ പല്ല് പോലെ ഇങ്ങനെ ചിരവയുടെ നാക്ക് പോലെ കണ്ടത് ഇതിലൊന്ന് മാത്രമാണ്, ഈ ചീരയിൽ നിന്നാണ്. ഇതേ സമയം മറ്റേ ചീരയിലും കാണാനിടയായി. ഏതാണ്? നമ്മുടെ ആ പച്ചച്ചീരയിലും എനിക്കിത് കാണാനിടയായി. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്, ചിരവ നാക്ക് പോലെ. അടുത്തത് താഴെ വൈറ്റ് നല്ലൊരു ക്രിസ്റ്റൽ കിടപ്പുണ്ട്. പിന്നെ ചെറിയ ചിരവനാക്ക് പോലുള്ള ക്രിസ്റ്റൽസ് ഒരുപാട് തന്നെ ചെറുതും വലുതായിട്ട് കിടപ്പുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഡോക്ടറെ ഇനി 5 മിനിറ്റേ ഉള്ളൂ. നെക്സ്റ്റ് മുയൽ ചെവിയൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ വർണ്ണങ്ങൾക്കൊക്കെ അതാണ് മുയൽ ചെവിയൻ. അതായത് ഹെമിലിയ സാഞ്ചിഫോളിയ എന്നാണ് ഇതിന്റെ പേര്. ഇത് മുറിവൊക്കെ വരുമ്പോൾ നമ്മൾ മുമ്പ് കുറച്ച് ധാരാളം അയഡിൻ കണ്ടന്റ് ആണ് ഉള്ളതാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഇതിന്റെ ചെറിയ ഒരു
ഭാഗമേ കാണാൻ കഴിയുള്ളൂ. അതൊരു നീല നിറത്തിൽ തന്നെ കാണും. വലിയ മലയുടെ മുകളിൽ ഒരിക്കലും റഫായിട്ട് കുറച്ച് പരന്നു കിടക്കുന്ന പ്രദേശം വല്ലതും ഉണ്ടെങ്കിൽ, ചരിവില്ലാത്ത പ്രദേശങ്ങളിൽ ഭാഗത്തും പരന്നു കിടക്കുന്ന ഭാഗത്തും ഇപ്പോൾ നമുക്ക് കാണാം. പിന്നെ അവിടെ ചിലപ്പോൾ ഇത് വളരെ പതിഞ്ഞ് മാത്രമേ കാണുള്ളൂ. നമ്മുടെ നാട്ടില് തിരുവനന്തപുരത്തൊക്കെ ഇത് വളരെ വലുതായിട്ട് തന്നെ കാണും. നെക്സ്റ്റ്, അൾസറിനും ട്രഡീഷണൽ ആയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതും മറ്റേ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഈ മുയൽ ചെവിയൻ. നെക്സ്റ്റ് പിക്ചർ ഡോക്ടർ. അതിന്റെ ക്രിസ്റ്റൽ ഒന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടേ ഉള്ളൂ. മുയലിന്റെ ചെവി പോലെ ചുരുണ്ട് കിടക്കുന്ന ഒരു സാധനം ഈ റൈറ്റ് സൈഡിൽ താഴെ ഉണ്ട്, കാണുന്നുണ്ടല്ലോ. അത് ഇതിന്റെ ഒരു പാർട്ടാണ്. ഇത് ടിപ്പിക്കലായിട്ടും ഈ ഒരു ഇതിനു മാത്രം കണ്ടത് ഒന്നാണ് ആ ചുരുണ്ട് കിടക്കുന്നത്. മുയൽ ചെവിയനിലുള്ളതാണ്. ആ ചെവി, നമ്മുടെ മുയൽ ചെവിയന്റെ ആ മുകളിലോട്ട് നിൽക്കുന്ന ചെറിയ തണ്ടുകൾ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ഉണങ്ങിയാൽ കാണുന്നത്, ഈ ചെറിയ ചുരുണ്ട് കിടക്കുന്ന ക്രിസ്റ്റലുകൾ. നെക്സ്റ്റ് പേജ്. അടുത്തത്, ഞാൻ എൻ്റെ തമാശയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഇതിൽ കൊണ്ടുവരുന്ന ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് ഞാൻ പറഞ്ഞു. ഇതില് ഞാൻ വയണ പറഞ്ഞപ്പം ക്രിസ്റ്റൽസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ മൈലാഞ്ചിയില് മൈലാഞ്ചി, ഇപ്പൊ ഇതിനെന്താ പറയുന്നത്, ഹെന്ന എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് നാമം, ഹെന്ന. ഇതിൽ എച്ച് അളവിലാണോ അല്ലെങ്കിൽ എൻ ആണോ? എൻ എന്നും കാണാം, എച്ച് എന്നും കാണാം. ഇത് രണ്ടിലെ കൃത്യമായിട്ട് ഏതെന്ന് നമുക്ക് വരുന്ന ക്രിസ്റ്റൽ എങ്ങനെ കിടക്കുന്നു എന്നുള്ളതിനനുസരിച്ച് കാണാം. അപ്പൊ അടുത്ത പേജ് കണ്ടാൽ അറിയാം. മൈലാഞ്ചിയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. മൈലാഞ്ചി നമുക്ക് ഏറ്റവും കൂടുതൽ ത്വക്ക് രോഗങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യ രാജ്യങ്ങളിലാണ് ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ വെനീറൽ ഡിസീസിന് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന മരുന്ന് ഈ മൈലാഞ്ചി ആയിരുന്നു. കാരണം ആ ത്വക്കിൽ നിന്ന് അത് പോകുന്നില്ല. ത്വക്കിന്റെ എല്ലാ ഭാഗത്തും ടാറ്റു മാർക്ക് പോലെ കാലങ്ങളായി അവശേഷിക്കുന്ന ഒരു കളർ, ഒരു നിറമാണ് മൈലാഞ്ചിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ത്വക്ക് രോഗങ്ങൾക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഇത് വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് സ്ത്രീകൾ ഉപയോഗിച്ചു വരുന്നു. ഇന്നും നമ്മുടെ സ്ത്രീകൾക്ക് വിവാഹത്തിനുമൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് മൈലാഞ്ചി. ഇതിന്റെ ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കാം. ഇത് അനാൽജസിക് ആയിട്ട് ഒരിക്കൽ ഉപയോഗിച്ചിരുന്നു, കാലത്ത് ഉപയോഗിച്ചിരുന്നു. പെയിൻ കില്ലറാണ്, വേദനയ്ക്ക് നല്ലതാണ്. വ്രണങ്ങൾക്ക് വെച്ച് അരച്ച് തേക്കുന്നത് പോലെ തന്നെ ഇത് വേദനയ്ക്കും നല്ല മരുന്നാണ്. ഇതിൽ ആ താഴ്വശത്ത് ഇടത് സൈഡിൽ കിടക്കുന്ന ഒരു ക്രിസ്റ്റൽ ചരിഞ്ഞു കണ്ടാൽ എന് പോലെയും, അല്ല മറിച്ച് വേറൊരു രീതിയിൽ നോക്കിയാൽ അതൊരു എച്ച് പോലെയും കാണും. അത് മൈലാഞ്ചി. ഞാൻ ആ ക്രിസ്റ്റലിന്റെ സ്റ്റഡിയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തതാണ്. എച്ചോ എന്നോ, എന്നാണെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അത് എച്ച് വേറൊരു രീതിയിലും നമുക്ക് കാണാം. ഇതിനെ ഒന്ന് എല്ലാവരും ചെയ്ത ഒരു പിക്ചർ ഉണ്ടായിരുന്നു, ഇതിലുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കാണിക്കണം, മുകളിലോട്ട് കാണിക്കാം. ഈ താഴെ കാണാമല്ലോ, ആ ഒരു ക്രിസ്റ്റലായിട്ട് കിടക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനെ ഒന്ന് എൻലാർജ് ചെയ്തത് ഒരു ക്രിസ്റ്റലുണ്ട്, ഒന്ന് മുകളിലോട്ട് കാണിക്കാം. ഇതിൽ തന്നെ ഇത് കണ്ടില്ലേ, ഇതിൽ ആ എന്നെ ഞാൻ ഒരു എൻ കുറച്ചുകൂടി എച്ചോ എന്നോ എന്ന് നമുക്ക് കാണാം. അത് അങ്ങനെയാണ് ആ ക്രിസ്റ്റൽ കിടക്കുന്നത്, നല്ല ട്രാൻസ്പാരന്റുമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ താഴ്വശത്തായിട്ട് കിടക്കുന്ന ഈ ക്രിസ്റ്റൽ നമുക്ക് ഒരു എന്നാണ് അതിനകത്ത് വരച്ചു വെച്ചിരിക്കുന്നത്. എൻ എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ അത് എച്ച് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തോന്നും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത്, ഇത് ആ വയണയില് വൈ എന്നുള്ളത് ഞാൻ കാണിച്ചതുപോലെ വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത് റീപ്രൂവ് ചെയ്തത്. എന്നെ ഞാൻ കണ്ടിരുന്നു, ഞാൻ ഈ പിക്ചറിലൊക്കെ വരച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും ഇടുക്കിയിൽ ചെന്നിട്ട് സാവകാശം വളരെ നാളുകൾ കൊണ്ടാണ് ഒടുക്കം ഈ എൻലാർജ് ചെയ്ത് ഈ ക്രിസ്റ്റലിൽ ഇന്ന എന്നെ ഉണ്ട്, യഥാർത്ഥത്തില് അത് ഒരു ചെറിയ കാര്യം തന്നെ എന്നെനിക്ക് കൺഫേം ആക്കാൻ കഴിഞ്ഞത്. നെക്സ്റ്റ് ഡോക്ടറെ. ഡോക്ടറെ, ഇനി നമുക്ക് സമയം കുറവാണ്, 3 മിനിറ്റേ ഉള്ളൂ. ഒന്നോ രണ്ടോ ഇതുകൂടെ ഉള്ളൂ. ഇത് കൂടെ നമ്മുടെ പനിക്കൂർക്ക, പനിക്കും ചുമയ്ക്കും ധാരാളം ഇതുകൂടെ ഉള്ളൂ, ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ ഒരു മണം നമുക്കറിയാം. പണ്ട് നമ്മൾ സ്ലേറ്റ് പച്ച എന്ന് പറഞ്ഞ് സ്ലേറ്റിൽ മായ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് പനിക്കും ചുമയ്ക്കും ഇപ്പോഴും പനിക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിൽ, ഇന്നത്തെ ഒരു വാട്സാപ്പിൽ ഞാൻ കണ്ടു, ഇതുണ്ടായിരുന്നാൽ ലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ധാരാളം സമ്പാദിക്കാനായിട്ട് ഇത് വീട്ടിന്റെ മുറ്റത്ത് തന്നെ ധാരാളം വളർന്നു. എന്റെ മുറ്റത്ത് കുറച്ച് നിൽപ്പുണ്ട്, എപ്പോഴും ഇതിന്റെ മണം എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് ഞാനിതിന്റെ ഈ ക്രിസ്റ്റൽ കാണാൻ പാടാണ്, കാരണം വാട്ടറി ആയതുകൊണ്ട് ഇതിന്റെ പാകം വളരെ കുറവാണ്. നല്ല സ്പിരിറ്റ് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ സെറ്റ് വരും. എന്നാലും
വർഷങ്ങൾക്ക് ശേഷം ഇതിനെ 4-5 വർഷങ്ങൾക്ക് ശേഷം ഇതിനും മറ്റേ ഇത് കണ്ടതുപോലെ തന്നെ കുറച്ച് ക്രിസ്റ്റൽസ് കാണാനിടയായി. അതും കൂടെ കാണിക്കാം. നെക്സ്റ്റ് ആ ക്രിസ്റ്റൽസ് കൂടെ ഉള്ളൂ. ഡോക്ടറെ ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കൂ. കണ്ടില്ലേ? മുകളിൽ കാണുന്ന 2-3 അത് നല്ല ക്രിസ്റ്റലാണ്. ആ ബ്ലാക്ക് ഒരു കണ്ണാടി പോലുള്ളതാണ്. പക്ഷെ അത് പിക്ചറിൽ അത്ര വന്നില്ലെന്നേ ഉള്ളൂ. 2-3 എണ്ണം കിടക്കുന്നെങ്കിൽ ആ അരികിലുള്ള തിളക്കം കണ്ടറിയാം. അത് ഗ്ലാസി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. താഴോട്ട് അതിനെ കാണിക്കാം. നെക്സ്റ്റ് അടുത്തത് പേജ്. ഇത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇല്ല, ആ മുകളിൽ കാണുന്ന ചൂല് പോലുള്ളത് എന്റെ വർഷങ്ങൾക്ക് ശേഷം ഇടുക്കിയിൽ ചെന്ന് ഒരു 4 വർഷങ്ങൾക്ക് 6 വർഷങ്ങൾക്ക് ശേഷം റീസ്റ്റഡി ചെയ്തപ്പോഴേ കിട്ടിയതാണ്. അപ്പൊ ഇന്ന് ഞാൻ ഇത്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് എനിക്ക് കുറച്ച് പയറിൽ കണ്ട കൃഷിയുടെ കാര്യം കൂടെ പറഞ്ഞതുകൊണ്ട് അതും കൂടെ ഒക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാമോ? എന്തോ ഞാൻ ഈ കാണിക്കുന്ന പേജ് ഒന്ന് കാണാമോ? കാണാൻ പറ്റൂല ഡോക്ടറെ, കാണാൻ വയ്യ. ഇപ്പൊ കാണുന്നുണ്ടോ? ഇത് കാണുന്നില്ലേ ഡോക്ടറെ? ഇല്ല ഇല്ല എന്റെ ഫേസിന്റെ നേരെ നിങ്ങൾക്ക് കാണാൻ ഇല്ല പറ്റുന്നില്ല. കാണാൻ പറ്റില്ല. ഇല്ല ഒരു പേപ്പർ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കാണുന്നില്ലേ? ഒരു ഇല കാണാം. അല്ലല്ല, കാണാം, എഴുത്ത് കാണാം, അത് തന്നെ ഒരു എഴുത്ത് കാണാം. അത്രേ ഉള്ളൂ എഴുതിയിരിക്കുന്ന. ഇത് എഴുത്തല്ല, ഞാൻ 2010 അതൊരു പേപ്പറാണ്. ഒരു പേപ്പർ പ്രസന്റ് ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ചതാണ് അന്ന് കണ്ടത്. ഒരു പ്ലാൻസിൽ കണ്ട കുറച്ച് ഇതിന്റെ കാലിമൂറ് പോലുള്ള 2-3 ഇതൊക്കെ അപ്ലൈ ചെയ്തതിന്റെ ഈ പ്ലാൻസിൽ കണ്ട. ഞാൻ ഇതിന്റെ ഒരു അവതരണം താമസിയാതെ തന്നെ വേറെ ഇതിൽ ചെയ്യുന്നുണ്ട്. അടുത്ത തീർച്ചയായിട്ടും ഒരു ക്ലാസ് അത് ചെയ്യാം. അടുത്ത നേരെ ക്ലാസ്സിൽ കാണിക്കാം. ഞാൻ ഇന്ന് അത് കുറച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇതിപ്പോ ഇതിൽ തന്നെ കുറെ ഉണ്ട്, കുറെ ധാരാളമായിട്ട് ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. ഇതുപോലുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് എന്നും കൂടി പറയാം. അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. ക്ലാസ്സിൽ കാണാം. നമുക്ക് ഇന്ന് സമയം ഒരുപാട് കഴിയാറാകുന്നു. തീർച്ചയായിട്ടും അത് ഇങ്ങനെ കാണിച്ചാലും നമുക്ക് അത്ര വ്യക്തത വരത്തില്ല. അപ്പൊ ഡോക്ടർ തീർച്ചയായിട്ടും ഒരു ക്ലാസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നെറ്റ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെ അതിജീവിച്ച് അതിനെ തരണം ചെയ്ത് ഒരുപാട് മെഡിസിന് പ്ലാന്റ്സും അവയുടെ ക്രിസ്റ്റലുകളും ഒക്കെയാണ് ഡോക്ടർ നമുക്കിന്ന് പരിചയപ്പെടുത്തിയത്. വളരെ സന്തോഷം. എന്തായാലും ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കും. ഓക്കെ, മറിയാമ്മ ഡോക്ടറെ. പതിവ് പോലെ തന്നെ ഡോക്ടറുടെ ക്ലാസ് വളരെ വളരെ പിന്നെ അറിവ് തരുന്നതായിരുന്നു. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാൻ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണ്. പിന്നെ നെറ്റ് പ്രോബ്ലത്തിന്റെ ഒരു പ്രശ്നം വന്നെങ്കിലും ഡോക്ടർ ഇപ്രാവശ്യം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെയുള്ള ബാക്കി കൃഷിയും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ വീണ്ടും എത്രയും വേഗം ഡോക്ടർ വരണം. ഇത്രയും നല്ല ഒരു അറിവ് പകർന്നു തരുന്ന ഡോക്ടർക്ക് IFPHന്റെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി മറിയാമ്മ ഡോക്ടറെ. മറിയാമ്മ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് അധികം താമസിയാതെ തന്നെ ഡോക്ടർ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എന്നെ പിടിച്ചത് നന്ദി. ഞാനോർത്തു അനിൽകുമാർ ഡോക്ടർ